ഇത്തരത്തിൽ തട്ടിയെടുക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഒപ്പം ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ആ ഒരു കേസുണ്ട്. ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട കാട്ടിലൂടെ രഹസ്യങ്ങൾ തേടി ന്യൂസ് 18. ഭീഷണി വകവയ്ക്കാതെ ദുരൂഹത നിറഞ്ഞ സ്ഥലത്ത് ഡീൻ ഗ്യാങ്ങിനെ കൂസാതെ മുന്നോട്ട്. കർണാടക സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർ പിന്മാറി. രണ്ട് ടേം വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ CPM. 2 തവണ തുടർച്ചയായി MLA ആയവരിൽ വിജയസാധ്യതയുള്ളവർക്ക് വീണ്ടും അവസരം നൽകും. 23 പേരിൽ മാറ്റി നിർത്തുക. യു പ്രതിഭ, മുകേഷ് MM മണി തുടങ്ങി ഏതാനും ചിലരെ മാത്രം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. മേൽക്കൂര ഇടിഞ്ഞു വീണ ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിൽ CPM കോൺഗ്രസ് സംഘർഷം. ക്ലാസ് നടക്കുമ്പോൾ സ്കൂളിനകത്ത് കയറി പാത്രങ്ങളും കസേരയും വലിച്ചെറിഞ്ഞ് തമ്മിൽ തല്ല്. തകർന്ന കെട്ടിടത്തിൽ ക്ലാസ് പ്രവർത്തിച്ചിരുന്നതായി രക്ഷിതാക്കൾ. അപകടം ഒഴിവായത് അവധി ദിവസമായതിനാൽ മാത്രം. നിമിഷപ്രിയയുടെ മോചനത്തിനായി പണം പിരിച്ച സാമുവൽ ജെറോമിനെതിരെ കൊല്ലപ്പെട്ടയാളുടെ സഹോദരൻ. സാമുവലുമായി മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടില്ലെന്ന് വെളിപ്പെടുത്തൽ. മോചനത്തിനായി പരിശ്രമിക്കുന്ന കാന്തപുരത്തെ സന്ദർശിച്ച് ചാണ്ടി ഉമ്മൻ. പ്രത്യേകിച്ച് യമനിലെ ആത്മീയ അതുപോലെ തന്നെ ന്യായാധിപ തലത്തിൽ അദ്ദേഹം നടത്തിയ വലിയ ഇടപെടൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്തുണ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ നിമിഷം തന്നെ അദ്ദേഹത്തെ ആക്ട് ചെയ്തു. ऑपरेशन सिंदूर में भारत की सेना ने जो लक्ष्य निर्धारित किया था 100% अचीव किया. ഓപ്പറേഷൻ സിന്ദൂർ 100% വിജയമെന്ന് പ്രധാനമന്ത്രി. ഭീകരരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞെന്ന് മോദി. പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമായി. സി സദാനന്ദൻ മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലെ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ 12 പ്രതികളെയും വെറുതെ വിട്ടു. കുറ്റവിമുക്തരാക്കിയവരിൽ വധശിക്ഷ കാത്തുകിടന്ന 5 പേരും. തെളിവുകളുടെ അഭാവവും നിർബന്ധിത കുറ്റസമ്മതവും ചൂണ്ടിക്കാണിച്ച് ബോംബെ ഹൈക്കോടതി. ആലുവയിലെ ലോഡ്ജിൽ യുവതിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. വീഡിയോ കോളിലൂടെ കൊലപാതകം സുഹൃത്തുക്കളെ അറിയിച്ച പ്രതി. കൊല്ലപ്പെട്ടത് കൊല്ലം സ്വദേശി അഖില. ഒപ്പമുണ്ടായിരുന്ന നേര്യമംഗലം സ്വദേശി ബിനു അറസ്റ്റിൽ. അധർമ്മങ്ങളുടെ മണ്ണിൽ അന്വേഷണം. ധർമ്മസ്ഥലയിൽ നിഗൂഢ രഹസ്യങ്ങൾ കുഴിച്ചുമൂടപ്പെട്ട മണ്ണിൽ ന്യൂസ് 18 സംഘം. ബലാത്സംഗത്തിനിരയായ 100ഓളം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ കുഴിച്ചുമൂടിയെന്ന് മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ വനപ്രദേശത്ത് നിന്ന് KV ബൈജു തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് ആദ്യം. നമ്മളിപ്പോൾ ഉള്ളത് ധർമ്മസ്ഥലയിലെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന ആ സ്ഥലത്താണ്. എന്തായാലും നമുക്ക് ആ സ്ഥലത്തിൻ്റെ അകത്ത് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെയാണ് ഒരുപാട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടെന്ന് പറയുന്ന ആ സ്ഥലം. വലിയ തോതിൽ കാടുകൾ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ 100ഓളം മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ആ പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹ അവശിഷ്ടവും ഇവിടെ നിന്നാണ് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ആ സ്ഥലത്താണ് നമ്മളുള്ളത്. ഒരുപാട് പിഞ്ചു കുട്ടികളെ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ നിരവധി മൃതദേഹങ്ങളുണ്ടായ ആ സ്ഥലം ന്യൂസ് 18 സംഘം ഇപ്പോൾ ആ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ടെന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും
ഈ സ്ഥലം ഇത് കുഴിച്ച് പരിശോധന നടത്തണമെന്ന ആവശ്യമാണ് ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ നിരന്തരം പറയുന്നത്. കോടതി പോലും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടും ഈ സ്ഥലത്തിൽ യാതൊരുവിധ സുരക്ഷയുമില്ലാതെ ഈ രീതിയിൽ നമുക്ക് കാണാം. ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഒരുപാട് മൺകൂനകൾ പോലെയൊക്കെ രൂപപ്പെട്ട സ്ഥലമാണ്. ഇവിടെ ഒരു സുരക്ഷയും പോലീസ് ഏർപ്പെടുത്തിയിട്ടില്ല. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ മീഡിയ കോർഡിനേറ്റർ കൂടിയായ മനാഫ് കൂടി ചേരുന്നു. മനാഫ്, ഇവിടെ എത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? ന്യൂസ് 18 ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സ്ഥലം നമ്മൾ കൊണ്ടുപോയി കാണിക്കുന്നത്. ഇതാണ് ഇവിടാണ് ആയിരക്കണക്കിന് ആളുകളെ കുഴിച്ചിട്ട് എന്നുള്ള ശുചീകരണ തൊഴിലാളി ഭീമൻ്റെ വെളിപ്പെടുത്തൽ. ഇവിടെ ചെറിയൊരു തോടുണ്ട്. ഈ തോട് കടന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ സ്ഥലം കാണാം. അപ്പം ഇതന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക, എല്ലാ റിസ്ക് കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നത്. അതായത് ഇവിടെ ഇത്രയും മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തെങ്കിലും പോലീസിൻ്റെ ഒരു സംവിധാനം, സുരക്ഷ ഒരു സംവിധാനവും ഇവിടെ ഇല്ല. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഭയം എന്ന് പറഞ്ഞാൽ ഈ ഒരു തെളിവുകളൊക്കെ ഇവിടെ നശിപ്പിക്കപ്പെടുമെന്നുള്ളതാണ്. പക്ഷെ ഒറ്റ സമാധാനമുള്ളൂ, ഇത് കുഴിച്ചിട്ടത് അറിയുന്നു. ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴുള്ള ഒരു ഭീകര അന്തരീക്ഷം തന്നെയാണ്, ഒരു സംശയമില്ല. റിസ്ക് ആണ്. പിന്നെ നിങ്ങളാണ് ഇത് കൊണ്ടുവന്ന ആള്, ഈ വിഷയങ്ങൾ പുറലോകത്തേക്ക് കൊണ്ടുവരാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ഥലം കൊണ്ടുപോയി കാണിക്കണം എന്നുള്ളത്. ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു കിലോമീറ്ററോളം ഉള്ളോട്ടേക്ക് അന്ന് നമ്മൾ നടന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ നടന്നു പോയാൽ അവിടെ ആണുള്ളത്. പല സ്ഥലത്തും അടയാളങ്ങൾ ഉണ്ട്. അതിപ്പോൾ ഒരു 11 കൊല്ലം പഴക്കമുള്ള അടയാളങ്ങളാണ് അയാളത്. ഇതാണ് ശുചീകരണ തൊഴിലാളിക്ക് ഈ സ്ഥലം കൃത്യമായിട്ട് എവിടെയാണ് മൃതദേഹം അടക്കം ചെയ്തത്? തീർച്ചയായിട്ടും അയാൾക്ക് ഈ മരങ്ങളിലും ഈ ഓരോ മരത്തിനും ഒക്കെ ഓരോ അടയാളങ്ങളുണ്ട്. അത് പ്രകാരം ഇവിടെ തന്നെ ചില സ്ഥലത്തൊക്കെ വസ്ത്രങ്ങൾ മരത്തിന് കെട്ടിയിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അടയാളങ്ങളും ഇതൊക്കെ ഉണ്ട്. നമ്മൾ അയാൾക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ. ഈ സ്ഥലം കൃത്യമായി കളിച്ച് പരിശോധിക്കുക, അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലേ? അതെ അതെ, അത് സംഭവിക്കുന്നതോട് കൂടിയിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ദുരൂഹതക്ക് മറനീങ്ങി പുറത്തു വരും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും അനന്യ ഭട്ടിൻ്റേത് ഉൾപ്പെടെ മൃതദേഹം ഇവിടെ ഉണ്ടെന്നാണ് അവർ കുടുംബം പോലും വിശ്വസിക്കുന്നത്. ഇവിടെ അധികം ദൂരം നമ്മൾ ഇതിലെ അകത്തേക്ക് നടക്കുന്നില്ല. കാരണം ഒരു പക്ഷേ ആ മൃതദേഹത്തിൽ ചവിട്ടിയായിരിക്കും നമ്മൾ ഈ പ്രദേശത്തേക്ക് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. എന്തായാലും 100 മൃതദേഹങ്ങളാണ് ഇവിടെ ഇത്തരത്തിൽ കുഴിച്ചിട്ടത് എന്ന് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രദേശമാണ് പരിശോധിക്കേണ്ടത്. ഇവിടുന്ന് മുതൽ ഒരു ഏക്കറോളം സ്ഥലങ്ങളാണ്. ഇത് വനം വകുപ്പിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ്. ഇവിടെയാണ് കൃത്യമായി പരിശോധിക്കുന്നത്. ഇവർ പരിശോധിച്ചാൽ പല തെളിവുകളും ഞെട്ടുന്ന, മണ്ണിൽ മൂടപ്പെട്ട നിരവധി രഹസ്യങ്ങൾ പുറത്തു വരും. അതുതന്നെയാണ് നിരന്തരം ന്യൂസ് 18 ആവശ്യപ്പെടുന്നത്, ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ മണ്ണിൽ നിൽക്കുമ്പോൾ തന്നെ വലിയ തോതിലുള്ള വൈകാരികമായ ഒരു അവസ്ഥയാണുള്ളത്. കാരണം കൂടുതൽ ഇവിടെ ചവിട്ടി ഇങ്ങനെ പോകുന്നത് അത് സങ്കടകരമാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു സുരക്ഷ പോലും ഒരുക്കിയിട്ടില്ല. ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടും ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ശുചീകരണ തൊഴിലാളി കാറിൽ എത്തിയ സ്ഥലം. ഇതിന് കുറച്ച് മുകളിലാണ്. അപകടകരമായ അങ്ങേയറ്റം ഏത് സമയത്തും ആക്രമിക്കപ്പെട്ടു പോകാവുന്ന ഒരു പ്രദേശമാണ്. ഒരുപാട് ആളുകൾ നമ്മളിങ്ങോട്ട് വരുന്നത് തന്നെ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ഈ സ്ഥലം ഒന്ന് കാണിക്കണം എന്ന് നേരത്തെ തന്നെ കരുതിയതാണ്. എന്ത് റിസ്ക് എടുത്താലും ഒരുപാട് ആളുകളുടെ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഡീസൽ ഒഴിച്ച് കത്തിച്ചെന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. കനത്ത മഴയാണ് ഇവിടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ മഴയെ പോലും വകവെക്കാതെ മഴയെ അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ഈ മണ്ണിൻ്റെ ദൃശ്യങ്ങൾ കൂടുതൽ നടന്ന് ഈ ഭാഗത്തൂടെ നടന്ന് പോകുന്നതിൽ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രദേശമാകെ ഒരു കിളച്ച് പരിശോധിക്കേണ്ട പറഞ്ഞ പ്രദേശമാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ശുചീകരണ തൊഴിലാളി കാറിൽ എത്തി അഭിഭാഷകർക്കൊപ്പം എത്തി ഇത്തരത്തിൽ 1 മണിക്കൂറോളം കാത്തുനിന്ന് പോലീസ് വരാത്തതുകൊണ്ട് മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും മനാഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായി ഒരു ചാനൽ ഈ സ്ഥലത്തെത്തുന്നു. നിബിഡ വനമാണ് ഇവിടെ. ഇതിന് അകത്തോട്ട് വലിയ തോതിൽ വനമുണ്ട്. പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ചതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ തുടക്കത്തിൽ തന്നെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട്. ഇവിടെ വസ്ത്രങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസം ഈ തലയോട്ടി കണ്ടെത്തിയത് ഇവിടെ നിന്നാണ്. ആ തലയോട്ടി ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കാണ് അയച്ചിട്ടുണ്ട്. എന്തായാലും മഴ കൂടി വരികയാണ്. ഈ പ്രദേശം പ്രേക്ഷകർക്കൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഈ പ്രദേശം കിളച്ച് പരിശോധിച്ചാൽ ധർമ്മസ്ഥലയിലെ പല മൂടപ്പെട്ട രഹസ്യങ്ങളും പുറത്തു വരും. എന്തായാലും നമുക്കിവിടെ നിൽക്കുമ്പോൾ വൈകാരികമായ ഒരു അവസ്ഥ തന്നെയാണ്. എന്തായാലും
ഒരുപാട് പേർ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ മൃഗീയമായി ബലാത്സംഗം ചെയ്തും പീഡിപ്പിച്ചും കൊലപ്പെടുത്തിയ ഒരുപാട് പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഏതായാലും നമ്മളും നിൽക്കുന്നത്. പ്രേക്ഷകർക്ക് ഈ ഒരു സുരക്ഷ പോലും ഇല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ദൃശ്യമെടുക്കാൻ ഞങ്ങൾ അത്രയും റിസ്ക് എടുത്ത് ഇങ്ങനൊരു ദൃശ്യമെടുക്കാൻ ഇവിടെ എത്തിയതും. ധർമ്മസ്ഥലയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിക്കാൻ കർണാടക സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ പ്രതിസന്ധി. അന്വേഷണ സംഘത്തിലെ 2 ഓഫീസർമാർ പിന്മാറിയേക്കും. IG MN അനുചേത്, DCP സൗമ്യലത എന്നിവർ വ്യക്തിപരമായ കാരണങ്ങളാൽ തങ്ങളെ ഒഴിവാക്കണമെന്ന് കാട്ടി സർക്കാരിന് കത്ത് നൽകുമെന്നാണ് സൂചന. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിലെത്തും. ഇതിനിടയിലാണ് 2 പേർ ഈ സംഘത്തിൽ നിന്നും പിന്മാറാൻ സന്നദ്ധ അറിയിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നതിൽ പ്രധാനമായ കാരണം പറയുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ എത്തിയ ആളുകളായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ അവരെ ഇവിടെ ഒഴിവാക്കണമെന്ന ഒരു അഭ്യർത്ഥനയാണ് അവർ നൽകിയത്. അത് ഏതെങ്കിലും തരത്തിൽ കേസിനെ ബാധിക്കുന്നതല്ല എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും പറയുന്നത്. എന്തായാലും DGP തലത്തിലുള്ള ഒരു അന്വേഷണം, DGPയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം, അതായിരുന്നു ആക്ഷൻ കമ്മിറ്റി തുടക്കത്തിൽ തന്നെ ആവശ്യപ്പെട്ടത്. ആ ഒരു കാര്യം സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു അന്വേഷണം തന്നെ നടക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ തുടർ അന്വേഷണത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ആക്ഷൻ കമ്മിറ്റി വിചാരിക്കുന്നില്ല. അവർ ആ രീതിയിൽ തന്നെയാണ് ജയന്ത് ഉൾപ്പെടെയുള്ളവർ ന്യൂസ് 8നോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അവരായിട്ട് പറഞ്ഞ ഇത്ര വലിയൊരു പ്രശ്നമാണല്ലോ. ഈ പ്രശ്നത്തിൽ ഞാനിപ്പം മനസ്സിലാക്കിയ രീതി, ഞാനിപ്പോൾ അതിൻ്റെ ലെറ്റർ മുഖാന്തരം ഒന്നും വന്നിട്ടില്ല. അതിന് പറഞ്ഞ് ഞങ്ങൾ ആ ക്ഷേത്രത്തിൽ പോയതാണല്ലോ. ക്ഷേത്രം എന്നുമ്പോൾ എല്ലാവരും വരും, അവർക്കും അറിയാമല്ലോ ഇത്ര വലിയ പ്രശ്നമുള്ള അറിയുന്നില്ലോ. അങ്ങനെ ഇപ്പോൾ എന്തിനാ നാളെ നമ്മളെ പേരെടുത്തിട്ടിടുന്നത്? അതിന് ഇതിനേക്കാൾ നല്ല ഓഫീസർമാരുണ്ടല്ലോ. അവരെ ആശങ്ക നിലവിൽ ഇല്ല അങ്ങനെ ഒരു ഇത്. ഇപ്പം പ്രണാബ് ആ പുള്ളീൻ്റെ പേരിലായത് കൊണ്ട് ഒരു ഡൗട്ടും ഇല്ല. പുള്ളി നല്ല വിശ്വാസം. അതായത് നമ്മൾ DGP മേൽനോട്ടാണ് നമ്മൾ പ്രധാനമായും. അതെ, അതിൻ്റെ താഴെ ഇവരെല്ലാം വരുന്നത്. അന്നേരം പുള്ളിക്ക് ആരെ വേണം നിയമം ചെയ്യാം. എന്തായാലും ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും ഈ പ്രത്യേക അന്വേഷണ സംഘം. അതോടൊപ്പം അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സുജാത ഭട്ടിന്റെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും ഇപ്പോൾ നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ധർമ്മസ്ഥലയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നേരത്തെ ഉണ്ടായ പല കേസുകളും ഇത്തരത്തിൽ വീണ്ടും അന്വേഷിക്കാൻ പോകുന്നു. അതിലെത്ര സ്വാഭാവിക മരണം എന്നത് ഇനി അസ്വാഭാവിക മരണമാകുന്നു, അല്ലെങ്കിൽ കൊലപാതകങ്ങളാവുന്നു, അതിൽ ആരൊക്കെ പ്രതികളുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ വെളിച്ചത്ത് വരേണ്ടതുണ്ട്. അതേതായാലും പ്രത്യേക അന്വേഷണ സംഘം അതൊക്കെ പുറത്തു കൊണ്ടുവരും എന്ന് തന്നെയാണ് ഈ ആക്ഷൻ കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ കുഴിച്ച് പരിശോധനയാണ് പ്രധാനമായും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. അത് എത്രയും പെട്ടെന്ന് അത് നടത്തണമെന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. അത് വൈകാതെ തന്നെ ആ ഒരു കുഴിച്ച് പരിശോധന നടത്തുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നതും. എന്തായാലും ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം ഈ കുഴിച്ചു മൂടപ്പെട്ട മുഴുവൻ രഹസ്യങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. അത്തരം രഹസ്യങ്ങളൊക്കെ ഈ പുതിയ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് ഇവരും പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് അമ്മമാർ അവരുടെ കരച്ചിലുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഴങ്ങിയതാണ്. ഇപ്പോഴും അവർ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോഴും അവരുടെ മക്കളെക്കുറിച്ചുള്ള, അവരുടെ സഹോദരിമാരെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് അവർ കഴിയുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ ആ അന്വേഷണ സംഘം ഇവിടെ എത്തും തന്നെയാണ് ഈ ആക്ഷൻ കമ്മിറ്റിയും പ്രതീക്ഷിക്കുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 ടേം നിബന്ധന ഒഴിവാക്കാൻ CPM-ൽ ആലോചന. തുടർ ഭരണത്തിൽ തുടർച്ച ഉറപ്പാക്കാനായാണ് ടേം നിബന്ധന ഒഴിവാക്കുന്നത്. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഒഴികെ സിറ്റിംഗ് MLA-മാർക്ക് പകരം വിജയസാധ്യതയുള്ളവരെ കണ്ടെത്തുക എളുപ്പമല്ല എന്ന തിരിച്ചറിവും കാരണമാണ്. 2 ടേം നിബന്ധന കർശനമാക്കിയാൽ 23 മണ്ഡലങ്ങളിൽ CPM-ന് പുതുമുഖങ്ങളെ കണ്ടെത്തേണ്ടി വരും. EP ജയരാജൻ, AK ബാലൻ, തോമസ് ഐസക്, G സുധാകരൻ മന്ത്രിമാരായിരുന്ന ഒരു പിടി മുതിർന്ന നേതാക്കൾ. ഇവരുടെ പാർലമെന്ററി ജീവിതത്തിനാണ് CPM-ന്റെ 2 ടേം നിബന്ധന അവസാനം കുറിച്ചത്. പകരം പുതുമുഖങ്ങളുടെ വലിയൊരു നിര കടന്നുവന്നു. മന്ത്രിസ്ഥാനത്തേക്കും നവാഗതരെത്തി. വലിയ കയ്യടി നേടിയ ഈ തീരുമാനം എത്രത്തോളം ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും 2 അഭിപ്രായമുണ്ട് CPM-ൽ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ടേം നിബന്ധന CPM കർശനമാക്കുമോ എന്ന ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. തുടർഭരണത്തിൽ തുടർച്ച ലക്ഷ്യമിടുന്ന CPM ടേമിന്റെ കാര്യത്തിൽ കടുംപിടുത്തം ഉപേക്ഷിക്കാനാണ് സാധ്യത. വിജയസാധ്യതയുള്ളവരെ പകരം കണ്ടെത്തുക എളുപ്പമല്ലാത്തതിനാലാണിത്. പാർട്ടി ചിഹ്നത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചത് 60 പേരാണ്. ഇതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 23 പേർ തുടർച്ചയായി 2 തവണ ജയിച്ചവരും. പിണറായി വിജയൻ 3ാം ടേമിലും മത്സരിക്കുമെന്ന് ഉറപ്പ്. മട്ടന്നൂരിൽ
കെ ശൈലജയ്ക്ക് ഒരവസരം കൂടി നൽകുമോ എന്ന് വ്യക്തമല്ല. തലശ്ശേരിയിൽ എൻ ഷംസീറിന്റെ കാര്യവും ഉറപ്പില്ല. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള എം മണിക്ക് ഉടുമ്പൻചോലയിൽ പകരക്കാരനെ കണ്ടെത്തേണ്ടി വരും. കൊല്ലത്ത് എം മുകേഷിനും കായംകുളത്ത് യു പ്രതിഭയ്ക്കും പകരക്കാർ വന്നേക്കും. പേരാമ്പ്രയിൽ മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും മത്സരരംഗത്തുനിന്ന് മാറി നിൽക്കും. പാർട്ടി കോട്ടകളിൽ നിന്ന് ജയിച്ചു വന്നവരെ മാറ്റിയാലും സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ മറ്റു പല മണ്ഡലങ്ങളിലും പരീക്ഷണം വിജയസാധ്യതയെ ബാധിക്കും. മാനന്തവാടിയിൽ മന്ത്രി OR കേളു, കോതമംഗലത്ത് ആന്റണി ജോൺ, ആറന്മുളയിൽ വീണ ജോർജ്, ഇരവിപുരത്ത് എം നൌഷാദ്, വർക്കലയിൽ വി ജോയ്, വാമനപുരത്ത് DK മുരളി, കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, പാറശാലയിൽ CK ഹരീന്ദ്രൻ, കാട്ടാക്കടയിൽ IB സതീഷ്. ഇവർക്ക് പകരക്കാരെ കണ്ടെത്തി സീറ്റ് നിലനിർത്തുക എന്നത് ചെറുതല്ലാത്ത വെല്ലുവിളിയായി CPM കാണുന്നുണ്ട്. ചെങ്ങന്നൂരിൽ സജി ചെറിയാനും വട്ടിയൂർക്കാവിൽ VK പ്രശാന്തും കോന്നിയിൽ KU ജനീഷ് കുമാറും 2 തവണ MLA-മാരായവരാണ്. എന്നാൽ 3 പേരും ആദ്യം നിയമസഭയിലെത്തിയത് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ടേം നിബന്ധന കർശനമാക്കിയാലും ഇവർക്ക് ഒരവസരം കൂടി ഉറപ്പ്. ചുരുക്കത്തിൽ തുടർഭരണത്തിൽ തുടർച്ചയെന്ന വലിയ ലക്ഷ്യം മുന്നിലുള്ള CPM ഇത്തവണ ടേം നിബന്ധന ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ശശി തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളിൽ കണ്ണും നട്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം. തിരുവനന്തപുരത്തെ പാർട്ടി പരിപാടികളിൽ നിന്ന് തരൂരിനെ ഒഴിവാക്കുമെന്ന് K മുരളീധരൻ തുറന്നടിച്ചെങ്കിലും KPCC നേതൃത്വം ഔദ്യോഗികമായി കടുത്ത തീരുമാനങ്ങളിലേക്ക് കടന്നിട്ടില്ല. അതേസമയം ദേശീയത ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടൽ തുടരാൻ തന്നെയാണ് തരൂരിന്റെ തീരുമാനം. തരൂർ ഒപ്പമില്ലെന്നും തലസ്ഥാനത്തെ പാർട്ടി പരിപാടികൾക്ക് ഇനി അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതില്ലെന്നും K മുരളീധരൻ തുറന്നടിച്ചെങ്കിലും വിഷയത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം മൗനം തുടരുകയാണ്. തരൂർ വിവാദങ്ങളിൽ ഹൈക്കമാൻഡിൻ്റേതാകും അന്തിമ തീരുമാനമെന്ന വിശദീകരണമാണ് നേതൃത്വത്തിൻ്റേത്. അതേസമയം ദേശീയതയുടെ പേരിൽ മോദി സ്തുതി നടത്തുന്ന ശശി തരൂരിനോട് ഇനി വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും. തരൂരിൻ്റെ പ്രസ്താവനകൾ പാർട്ടി നിലപാടിന് വിരുദ്ധമെന്ന് ഹൈക്കമാൻഡിന് ബോധ്യമുണ്ടെങ്കിലും പ്രവർത്തക സമിതി അംഗത്വം എടുത്തു കളയുകയോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താൽ തരൂരിനത് രക്തസാക്ഷി പരിവേഷം നൽകുമെന്ന ആശങ്കയിലാണ് AICC നേതൃത്വം. തരൂർ വിവാദത്തിൽ പ്രകോപനപരമായ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഹൈക്കമാൻഡ് വിലക്കിയിരിക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ്. അതിനിടെ ശശി തരൂർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചേക്കുമെന്ന അഭ്യൂഹം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ശക്തിപ്പെട്ടെങ്കിലും തരൂരുമായി അടുത്ത വൃത്തങ്ങൾ ഇത് നിഷേധിച്ചു. മതസാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാനുള്ള നീക്കം തരൂർ ക്യാമ്പ് നടത്തുകയാണെന്നാണ് സൂചന. വരുന്ന 25, 26 തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന CSI മധ്യ കേരള മഹാ ഇടവകയുടെ സംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ശശി തരൂർ പാലാ രൂപതയുടെ സമ്മേളനത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും ജോസ് കെ മാണിക്കുമൊപ്പം വേദി പങ്കിടും. മതസാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള തരൂരിൻ്റെ ഈ നീക്കം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ആകാംക്ഷയ്ക്കാകും വഴി തുറക്കുക. പുകച്ച് പുറത്തു ചാടിക്കാനാവില്ലെന്ന നിലപാടിലാണ് ശശി തരൂർ. സ്വയം പുറത്തു പോകട്ടെ എന്ന നിലപാടിൽ പാർട്ടി നേതൃത്വവും. അതേസമയം തരൂരിൻ്റെ തുടർ നീക്കങ്ങൾ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് BJP കേന്ദ്രങ്ങൾ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പത്തനംതിട്ടയിൽ സ്വകാര്യ ബാങ്കിന്റെ ഭീഷണിയിൽ മനംനൊന്ത് കുടുംബം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വീട്ടമ്മ മരിച്ചു. കൊടുമൺ സ്വദേശി ലീലാമ്മയാണ് മരിച്ചത്. ഭർത്താവും മകനും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഒരാഴ്ച മുൻപ് പണമിടപാട് സ്ഥാപനം ജീവനക്കാർ ഇവരെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായി പഞ്ചായത്ത് അംഗം പറയുന്നു. ശശിനാരായണൻ വിവരങ്ങളുമായി. ശശി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഇന്ന് രാവിലെയാണ് പത്തനംതിട്ട കൊടുമണ്ണിൽ കൂട്ട ആത്മഹത്യ ശ്രമം നടന്നത്. ആത്മഹത്യയിൽ കുടുംബനാഥ ലീലാമ്മ നീലാംബരൻ മരിച്ചിട്ടുണ്ട്. വീടിനുള്ളിൽ സാരിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഭർത്താവ് നീലാംബരനെയും ഒപ്പം മകൻ വീട്ടിലുണ്ടായിരുന്ന മകൻ ദീപിനെയും ഗുരുതരാവസ്ഥയിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് മാറ്റിയെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും കടബാധ്യതയാണ് ഈ ആത്മഹത്യക്ക് ഉള്ള ശ്രമത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. വലിയ സ്വകാര്യ ബ്ലേഡ് കമ്പനിയിൽ നിന്നൊക്കെ പൈസ ഇവർ പണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രധാനമായും മൂത്ത മകനെ വിദേശത്ത് അയക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പണം എടുത്തിരുന്നത്. അത് ചോദിച്ച് നിരന്തരം ഇവരെ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പണം വാങ്ങുന്നതിനായി ഇവർ വാങ്ങിയ പണം തിരിച്ചു വാങ്ങിക്കുന്നതിനായി ഈ സ്വകാര്യ ബാങ്കിലെ ജീവനക്കാർ അവിടുത്തെ ഇവരെ ഭീഷണിപ്പെടുത്തിയാൻ പറയുന്നു. അതിന് ശേഷമാണ് ഇന്നലെ രാത്രി 3 പേരും ഗുളിക കഴിച്ചതിന് ശേഷം കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതിൽ രാത്രി തന്നെ ഈ മകനും ഈ നീലാംബരനും വീട്ടിലുണ്ടായിരുന്ന
ദീപനും കിടന്നുറങ്ങി. രാവിലെ പുലർച്ചെ നോക്കുമ്പോഴാണ് ഈ ലീലാമ്മ സാരിയിൽ തൂങ്ങിയ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും രണ്ടുപേരെ പിന്നീട് മകനെയും നീലാമ്പനെയും അടൂർ ആശുപത്രിയിൽ എത്തിച്ചു. അവിടുന്ന് പിന്നീട് കോട്ടയം മെഡിക്കലിലേക്ക് മാറ്റിയെന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും മൂത്ത മകൻ ദീപു എറണാകുളത്ത് ഒരു സ്വകാര്യ കമ്പനി ജോലിയുണ്ട്. എന്തായാലും ഈ മൂത്ത മകനെ വിദേശത്തേക്ക് അയക്കുന്നതിന് വേണ്ടി എടുത്ത പണം ഇടപാടാണ് ഈ സാമ്പത്തിക ബാധ്യതയാണ് ഈ കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യക്ക് നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ശ്രീജ. ശശി, ഒന്ന് ഏതെങ്കിലും തരത്തിലുള്ള കുറിപ്പോ മറ്റോ ഉണ്ടോ ഇത് തന്നെയാണ് ഇവരുടെ ഇങ്ങനൊരു ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ കൂട്ട ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിലേക്ക് നയിച്ചത്? ഇത് ഏത് ബാങ്കിന്റെ ഭാഗത്തു നിന്നാണ് ഇവർക്ക് ഈ ഭീഷണി ഉണ്ടായിരുന്നത്? ഇത്തരം വിവരങ്ങൾ ലഭ്യമാണ്? പോലീസ് എന്താണ് പറയുന്നത്? അത്തരം കാര്യങ്ങൾ ഇതുവരെ നമുക്ക് ലഭ്യമായില്ല. പക്ഷേ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ എന്ന നിലയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. അത് സ്വാഭാവികമായും ഇന്നലെയും കഴിഞ്ഞ ദിവസം ഈ വീട്ടിലെത്തി ഈ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ മകനെയും ഈ ലീലാമ്മയും ഭീഷണിപ്പെടുത്തിയെന്നുള്ള ആരോപണമാണ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. ആ പണം തിരിച്ചടയ്ക്കാനുള്ള സമയം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഉടൻ തന്നെ പൈസ വേണം എന്നുള്ള കാര്യത്തിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്തായാലും അത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയാണ് ഈ ആത്മഹത്യ കാരണമെന്നാണ് പോലീസ് നൽകുന്നത്. പോലീസ് പ്രാഥമികമായ ഒരു മൊഴി മാത്രമാണ് ഈ നീലാംബരനിൽ നിന്നും ശേഖരിച്ചിട്ടുള്ളത്. അപ്പോഴാണ് പറയുന്നത് ഗുളിക കഴിച്ച് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തിയെന്നും മകനും നീലാംബരനും ഗുളിക കഴിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. ഭാര്യയും രാത്രി ഗുളിക കഴിച്ചിട്ടാണ് കിടന്നത്. പക്ഷെ അതേസമയം ഈ പുലർച്ചയോടുകൂടി ലീലാമ്മ തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിനോട് നൽകിയിരിക്കുന്ന മൊഴി. അത് പണം ഇതുപോലെ സ്വകാര്യ ബാങ്കിൽ നിന്ന് എടുത്ത കടബാധ്യതയാണ്. കാരണം അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതാണ് ആത്മഹത്യ കാരണമെന്നാണ് പോലീസിനോട് നൽകിയിട്ടുള്ള മൊഴി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കോട്ടയം മെഡിക്കൽ ആശുപത്രിയിലാണ് ഈ മകൻ ദീപനെയും ഒപ്പം പിതാവ് നീലാംബരനെയും പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അത്തരം വിശദമായ ഒരു അന്വേഷണം പോലീസ് ഇത് സംബന്ധിച്ച് നടത്തുന്നുണ്ട്. ഏത് ബാങ്കിലാണ് ഇത്തരമുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ആ വിവരങ്ങൾ കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ആരാണ് ഈ കഴിഞ്ഞ ദിവസം ഇവരുടെ വീട്ടിലെത്തി ഇവരെ ഭീഷണിപ്പെടുത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെങ്കിൽ മാത്രമേ കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ആ തരത്തിലുള്ള അന്വേഷണം പോലീസ് എന്തായാലും നടത്തും. എന്തായാലും ഈ കൂട്ട ആത്മഹത്യയിൽ ഈ വീട്ടിലെ ഗൃഹനാഥ ലീലാമ്മ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ആശുപത്രിയിൽ ചികിത്സയിലുള്ള നീലാംബരന്റെയും മകന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണോ? നിലവിലത്തെ സ്ഥിതി തൃപ്തികരമാണെന്നാണ് പോലീസ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ നേരെ ഈ വീട്ടിൽ നിന്ന് തന്നെ അടൂർ ആശുപത്രിയിൽ വെച്ചു. അവിടെ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇപ്പോൾ ഇവരുടെ നില വലിയ കുഴപ്പമില്ലെന്നുള്ള വിവരം കൂടി നമുക്കിപ്പം അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും അത് കുറച്ച് സമയം കൂടി കഴിഞ്ഞെങ്കിൽ അത് കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തായാലും ഈ കൂട്ട ആത്മഹത്യയാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ്. കാരണം അത്തരത്തിലാണ് മൊഴി നൽകിയിട്ടുള്ളത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്നാണ് കുടുംബം ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അത് ഈ മകനെ വിദേശത്ത് വിടുന്നതിന് വേണ്ടി എടുത്തുള്ള പണമാണ്. അത് ഈ സ്വകാര്യ ബാങ്കിൽ നിന്ന് മാത്രമല്ല പല സ്ഥലത്തു നിന്നും കടം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കടബാധ്യത ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ കൂടുതൽ വിശദമായി അന്വേഷിച്ചെങ്കിൽ മാത്രമേ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ള ആരെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഇതിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാൻ കഴിയും. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പണം ചോദിച്ച് സ്വകാര്യ ബാങ്കിന്റെ 2 ജീവനക്കാർ വീട്ടിലെത്തിയിരുന്നു. ഇവരെ ഭീഷണിപ്പെടുത്തിയതായും പഞ്ചായത്ത് അംഗം പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ള. ശ്രീജ, ഇവരുടെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് നീലാംബരൻ എന്തായിരുന്നു ജോലി? ഈ ഇങ്ങനൊരു സാമ്പത്തിക ബാധ്യത, ഈ ഒരു ബാങ്കിലെ കടം എന്നതിനപ്പുറം അല്ലെങ്കിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ കടം എന്നതിനപ്പുറത്തേക്ക് വലിയ ബാധ്യത ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രാഥമിക വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ശരി, അത്തരം കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് വരുന്നില്ല. ഇപ്പോഴാണ് ഇത് ഇത്തരം ഒരു ആത്മഹത്യയുടെ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച് പ്രത്യേകം ചില കൂടുതൽ കാര്യങ്ങളിൽ അന്വേഷിച്ചെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും സാമ്പത്തിക ബാധ്യതയാണ് ഈ ആത്മഹത്യക്ക് പിന്നിൽ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ ആശുപത്രിയിൽ ഇവരെ എത്തിക്കുകയും മരണം സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും നീലാംബരനെയും മകനെയും കൂടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയുള്ള സാമ്പത്തിക ബാധ്യത തന്നെയാണ്. പല സ്ഥലത്തുനിന്നും കടം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും സ്വകാര്യ ബാങ്കിന്റെ ഭീഷണി, കഴിഞ്ഞ ദിവസം ഉണ്ടായ ജീവനക്കാരുടെ ഭീഷണിയാണ് ഈ ആത്മഹത്യക്ക് പിന്നിലെന്നാണ് നിലവിലത്തെ പോലീസ് നമുക്ക് നൽകുന്ന വിവരം. അത്തരം ആണ് ഈ നീലാംബരനും പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത്. ആ മൊഴി എടുത്തതിന് ശേഷമാണ് നീലാംബരനെ അടൂരിലെ ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. വിശദമായ ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ കാര്യം നമുക്ക് വ്യക്തമാകുള്ളൂ. ശ്രീജ, ഇപ്പോൾ ഈ പഞ്ചായത്ത് അംഗത്തിന്റെ ഒരു മൊഴിയാണോ ഇങ്ങനെ ഒരു കാരണമുണ്ട് ഇതിന് പിന്നിൽ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തിക്കുന്നത്? ഈ പഞ്ചായത്ത് അംഗത്തിന്റെ മൊഴിയാണോ? പഞ്ചായത്ത് അംഗത്തിന്റെ മൊഴി മാത്രമല്ല, നീലാംബരന്റെയും മൊഴി എടുത്തിട്ടുണ്ട്. പോലീസ് എടുത്തെന്നാണ് കുടുംബ പോലീസ് വ്യക്തമാക്കുന്നത്. മൊഴി എടുത്തിരുന്നു. മൊഴി എടുത്തതിന് ശേഷമാണ് കോട്ടയത്തെ കൊണ്ടുപോയിട്ടുള്ളത്. സാമ്പത്തിക ബാധ്യതകൾ ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് മൊഴിയാണ് നീലാംബരൻ നൽകിയിട്ടുള്ളത്. രാത്രിയിൽ
ഗുളിക കഴിച്ചിട്ട് 3 പേരും കിടക്കാൻ കഴിഞ്ഞു. നേരം വെളുത്തപ്പോഴാണ് ലീലാമ്മ തൂങ്ങി മരിച്ചതിലേക്ക് കണ്ടെത്തിയെന്നുള്ള മൊഴിയാണ് ഈ നീലാംബരൻ നൽകിയിരിക്കുന്നത്. അത് സാമ്പത്തിക ബാധ്യത, കടബാധ്യതയാണ് അതിന് കാരണം എന്നുള്ള കാര്യം തന്നെയാണ് നീലാംബരനാണ് പോലീസ് ഇത്തരത്തിൽ മൊഴി നൽകിയിട്ടുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പത്തനംതിട്ടയിലാണ് സ്വകാര്യ ബാങ്കിന്റെ ഭീഷണിയിൽ മനംനൊന്ത് കുടുംബം കൂട്ട ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കൊടുമണ്ണിലാണ് സംഭവം. കൊടുമൺ സ്വദേശിയായ ലീലാമ്മയാണ് മരിച്ചത്. ഭർത്താവും മകനും ലീലാമ്മയും ഉറക്ക ഗുളിക കഴിച്ച് മരിക്കാൻ ശ്രമിച്ചു. തുടർന്ന് രാവിലെ അച്ഛനും മകനും ഒന്നും സംഭവിച്ചില്ല. അവർ എണീറ്റ് നോക്കുമ്പോൾ ലീലാമ്മ തൂങ്ങി മരിച്ചതായി കാണുകയായിരുന്നു. ഇപ്പോൾ ഈ അച്ഛനും മകനും നീലാംബരനും മകൻ ദീപനും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊടുമൺ സ്വദേശിയായ ലീലാമ്മയാണ് മരിച്ചത്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ എന്നതാണ് മനസ്സിലാക്കുന്നത്. സ്വകാര്യ ബാങ്കിന്റെ ഭീഷണി ഇവർക്കുണ്ടായിരുന്നു. ഈ സ്വകാര്യ ബാങ്കുമായി ബന്ധപ്പെട്ട എന്ത് വിവരങ്ങളാണ്? ശരി, ഇപ്പോൾ ഈ കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീധരൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീധരൻ, പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ പുറത്തേക്ക് ഇപ്പോൾ വരുന്നുള്ളൂ. താങ്കൾക്ക് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് അറിവുള്ളത്? ഇവർക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഈ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഭീഷണിയിലാണോ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയത്? അതെ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇവരൊരു പറഞ്ഞോളൂ കേൾക്കാം. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതാണ് മരണത്തിന് കാരണമായത്. ഈ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അവർ വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നോ? ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് എന്തോ വലിയ ഭീഷണി ഉണ്ടായിരുന്നു, അവർ വന്ന് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ അതിൽ? അങ്ങനെയാണ് ഇവര് ആത്മഹത്യയിലേക്ക് പോയത്. ജപ്തി ഭീഷണി ഉണ്ടായിരുന്നോ? ഏത് ബാങ്കാണെന്ന് അറിയാമോ? അത് അറിയത്തില്ല കേട്ടോ. ശരി, നന്ദി ശ്രീധരൻ. ഇപ്പോൾ ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ധന്യാദേവി കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ധന്യ, താങ്കൾ പത്തനംതിട്ടയിലെ കൊടുമണ്ണിലാണ് സംഭവം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കുടുംബം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. കൊടുമൺ സ്വദേശിയായ ലീലാമ്മ മരിക്കുകയാണ്. ഭർത്താവും മകനും ഇപ്പോൾ ആശുപത്രിയിലാണ്. മൂവരും ചേർന്ന് ആത്മഹത്യ ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ അച്ഛനും മകനും ആത്മഹത്യാ ശ്രമത്തിൽ രക്ഷപ്പെട്ടു. ലീലാമ്മ പിന്നീട് ഗുളിക കഴിച്ചു ഉറങ്ങാൻ കിടന്നെങ്കിലും പിന്നീട് അവർ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങളിലേക്ക് പോകാം. എന്നിട്ടൊന്നും അവർക്ക് ഒരു തീരുമാനമില്ല. ഒരു പൈസ മേടിക്കാതെ പോകത്തില്ലെന്ന് പറഞ്ഞു. എന്റെ കൂടെ പിറപ്പല്ലേ ഞങ്ങൾക്ക് ആരുമില്ല. ഇസാബിന്റെ ചിട്ടിക്കാര് വന്ന് അവിടെ പ്രശ്നമായ പിള്ളേരെ കൂട്ടിയതാ. 9 മണിക്ക് അവര് വന്നതാ. വന്നിട്ട് ഒരു 12:30 ആയപ്പോ ന്നും പറഞ്ഞ് പോയിട്ട് വീണ്ടും ഊണ് കഴിഞ്ഞ് 1 മണിയായപ്പോ വന്ന് 6 മണി വരെ അവരവിടെ ഉണ്ടായിരുന്നു. അയൽക്കാർക്കെല്ലാം അറിയാവുന്നതാ. ഞങ്ങളെ വിളിക്കുമായിരുന്നു വീട്ടിലോട്ട്. ഇവിടെ ആദ്യക്കാട്ടുകുളങ്ങരയിലായിരുന്നു ഈ സംഭവം. കൊടുമണ്ണ അവളോട്ട് വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ അനിയത്തിയോട് പറഞ്ഞു, നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം. അപ്പൊ അവരോട് പറയുന്നുണ്ട്, ഇവള് എന്റെ കുടുംബം നിങ്ങൾ ഇല്ലാതാക്കരുത്, നിങ്ങളുടെ പൈസ ഇത്ര പൈസയേ ഉള്ളൂ, ഞാൻ നിങ്ങളുടെ നാളെ വേണേ വന്ന് ക്ലോസ് ചെയ്തു തരാം, പക്ഷെ ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ അങ്ങ് വിടും, അവനൊരു വഴിക്ക് പോവുക, അവന് വിസായ്ക്ക് പൈസയും കൊടുത്തിട്ടേക്കുന്നു, അവനൊരു വഴിക്ക് പോവുക, അവനെ വിടെന്ന് പറഞ്ഞു. ഇവരങ്ങോട്ട് മാറി. 6 മണിയായപ്പോ ഇവൻ തള്ളയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി എന്നെ നോക്കണ്ട, ഞങ്ങൾ രണ്ടുപേരെയും നോക്കണ്ട, നിങ്ങൾ ഭാര്യയും ഭർത്താവും ജീവിച്ചോ എന്ന് പറഞ്ഞു. വീട്ടിൽ അവിടുന്ന് ഇന്നലെ ഉച്ചയ്ക്ക് അവള് വീട്ടിൽ വന്ന് 3 മണിക്ക് വന്ന് ഇന്ന് വെളുപ്പിലെ അവള് മരിച്ചു. ആരൊക്കെ ഉണ്ടായിരുന്നു വീട്ടില്? അച്ഛനും മോനും അമ്മയും ഉണ്ടായിരുന്നു. അവര് 3 പേരും കൂടെ ആത്മഹത്യ ചെയ്തത്. അവർ രണ്ടും മരിച്ചില്ല. അവര് രണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടപ്പുണ്ട്. എത്ര രൂപയാണ് കടമെടുത്തത്? 70,000 രൂപ എന്നും കണ്ട പറഞ്ഞത്. അത് 4ാമത്തെ അടവ് കഴിഞ്ഞ് ഇത് 5ാമത്തെ അടവ്. അങ്ങനെ എടുക്കുന്ന പൈസ ഒരു മാസത്തിൽ തിരിക്കുന്നതാണെങ്കിൽ ആ മാസം 1-ാം തീയതിക്ക് മുമ്പ് അടച്ചാൽ മതി. ഞങ്ങളുടെ ഭാഗത്തൊക്കെ എടുത്തിട്ടുള്ള പെണ്ണുങ്ങൾ പറയുന്ന ഈ സംഭവം അറിഞ്ഞപ്പോൾ 3 ദിവസം കൊണ്ട് ഇവര് പ്രശ്നമാ. അവിടെ എന്താണ് സംഭവിച്ചത്? കണ്ടതെന്തായിരുന്നു? കണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസം കൊണ്ട് തുടർച്ചയായ ഭീഷണിയാണ് ബ്ലേഡ് മാഫിയയുടെ.
ഒരു 7-8 പേര് ബൈക്കിൽ വന്ന് ഇവരുടെ വീടിന് ചുറ്റും വീട് വളഞ്ഞു വെച്ചിട്ട് ഈ 2 സഹോദരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു, ചേട്ടനും അനിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ കണ്ടമാനം ഭീഷണിപ്പെടുത്തി അമ്മയെ നന്നായിട്ട് തെറി വിളിച്ച് എന്നിട്ട് പറഞ്ഞു നിന്റെ അമ്മയ്ക്കൊക്കെ നാണമില്ലൂടെ പൈസ എടുത്തിട്ട് അടയ്ക്കാത്ത എന്ന് പറഞ്ഞു 70,000 രൂപയും കണ്ട് എടുത്തിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ നാണക്കേട് സഹിക്കാൻ വയ്യാതിട്ടാണ് അവരിന്നലെ കുടുംബസമേതം ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഞങ്ങൾ രാവിലെ ഈ വിവരം പറഞ്ഞ് അവിടെ എത്തുമ്പം ഒരു മുറിക്കകത്ത് 3 സാരി കെട്ടി തൂക്കിയിട്ടിരിക്കുക. ഇളയ മകൻ അവിടെ ഉണ്ട്, ഞാൻ അവിടെ ചെല്ലുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചതാണ്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞപ്പം ഈ ബാങ്കുകാരുടെ ഭീഷണി സഹിക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞു. ഒരുപക്ഷെ രാത്രി എല്ലാവരും കൂടെ ഗുളിക കഴിച്ചു, മരിക്കാഞ്ഞിട്ടായിരിക്കാം രാവിലെ ഈ അമ്മ ലീല എന്ന് പറയുന്ന ആള് തൂങ്ങി മരിച്ചത്. ഭർത്താവ് നീലാംബരൻ തന്നെയാണ് അയൽവാസിയോട് ഫോണിൽ വിളിച്ച് ആദ്യമേ പറയുന്നത് ലീല മരിച്ചെന്ന്. അയൽവാസികളെല്ലാം എത്തി. അപ്പം എത്തിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ ശരീരത്തിൽ നല്ല ചൂടുണ്ട്, മരിച്ചതാണെന്ന് ഉറപ്പില്ലായിരുന്നു. നേരെ നാട്ടുകാരെല്ലാം കൂടെ കൂടി പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ലീലയെ കൊണ്ടുവരികയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ കൊടുമൺ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ധന്യദേവി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ധന്യ, ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണം കേട്ടു. ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനം ഇസാഫ് ബാങ്കിൽ നിന്ന് 70,000 രൂപ മാത്രമാണ് വായ്പ എടുത്തിട്ടുള്ളത്. അവരുടെ ഭീഷണി സഹിക്കാൻ വയ്യാതെയാണ് എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. താങ്കൾക്ക് എന്താണ് അറിവുള്ളത്? അതെ, അത് തന്നെയാണ് നമ്മുടെ അറിവ്. കാരണം 2 ദിവസമായിട്ട് അവര് ഇവരുടെ വീടിന് മുമ്പിൽ വന്നിരുന്ന് ഭീഷണിപ്പെടുത്തി ആ പൈസ പെട്ടെന്ന് അടയ്ക്കണം എന്ന് പറയുകയൊക്കെ ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂത്ത മകൻ നാട് വിട്ടു പോയതാ നാണക്കേട് കൊണ്ട്. അതെ അതെ അതെ, എറണാകുളത്തായിരുന്നു ജോലി. ഈ സംഭവം എല്ലാം പറഞ്ഞപ്പോ അവൻ വീട്ടിൽ വരാതെ ചെന്നൈയിലേക്ക് പോയതാണ്. ഇപ്പൊ ലൊക്കേഷൻ കാണിക്കുന്നത് ചെന്നൈ ആണെന്നാണ് ഫോണില്. അതുകൂടി ഒരു മനോവിഷമം ഉണ്ടാക്കി കാണും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ കാരണം വളരെ തീരെ ചെറിയൊരു തുകയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയും ഇവരെ ഹറാസ് ചെയ്തതും 2 ദിവസമായിട്ട് ഇവര് ജപ്തി ഭീഷണിയൊക്കെ നൽകി വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് പേര് വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു നാണക്കേടല്ലേ. ഈ കുടുംബത്തെ പറ്റി എന്താണ് ധന്യ പറയാനുള്ളത്? അതായത് അവരങ്ങനെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുള്ള ഒരു കുടുംബമാണോ, അതോ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി പൈസ വാങ്ങി അത് തിരിച്ചടയ്ക്കാൻ വയ്യാതെ വന്നതാണോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടുപേരും, ആ ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. കാരണം പുള്ളിക്ക് എന്തൊക്കെയോ ശാരീരിക പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ആദ്യമൊക്കെ കടയിൽ നിൽക്കുകയൊക്കെ ആയിരുന്നു. പിന്നാണ് ഇവർ രണ്ടുപേരും തൊഴിലുറപ്പിന്റെ തൊഴിലാളികളാണ്, NREG തൊഴിലാളികളാണ് രണ്ടുപേരും. ഓ ശരി. ഈ ഇളയ കുട്ടിക്ക് എത്ര പ്രായമുണ്ട്? കറക്റ്റ് എനിക്ക് പ്രായം അറിയത്തില്ല. പഠിക്കുകയാണോ അതോ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന പ്രായമാണോ? അല്ല, പഠിച്ചോണ്ടിരിക്കുകയാണെന്നാണ്, എന്തോ കോഴ്സ് ചെയ്തോണ്ടിരിക്കുക. ഈ ഒരു ബാങ്കിന്റെ പ്രശ്നം തന്നെയാണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യത്തിലേക്കൊക്കെ പോയത്. അതെ 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 അതെ, അവര് അതാണ് 2 ദിവസമായിട്ട് അയൽവക്കക്കാരോടൊക്കെ പറഞ്ഞ പ്രശ്നം, ഇതുപോലെ പ്രശ്നമാണ്, ഞങ്ങൾ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് എല്ലാവരും കൂടെ ഇങ്ങനെ ഉറക്കഗുളിക കഴിക്കുകയും ഇന്ന് രാവിലെ പുള്ളിക്കാരി തൂങ്ങുകയും ചെയ്തത്. ഇസാഫ് ബാങ്കിൽ നിന്നാണോ ഈ പൈസ എടുത്തിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണ് ഇസാഫ് ബാങ്കിന്റെ ആൾക്കാരാണ് അവരെ ഈ ഭീഷണിപ്പെടുത്തി അവരുടെ വീടിന്റെ മുൻപിൽ വന്ന് ബഹളം ഉണ്ടാക്കിയത് 2 ദിവസം കൊണ്ട്. അവർ ഈ 2-3 ദിവസമായിട്ട് അവർ ആ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അതെ 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 അതെ. ഇപ്പം ഒരാൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു വീടിന് ചുറ്റും ഇങ്ങനെ ബൈക്കുമായി വന്ന് ആളുകൾ കൂട്ടത്തോടെ 10-20 പേരിൽ കൂടുതൽ വന്ന് അവരെ ഭീഷണിപ്പെടുത്തിയാണെന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. ഇപ്പം NREG തൊഴിലാളികളാന്ന് പറയുമ്പോൾ ധനിക്ക് നേരിട്ട് അവരെ പരിചയമൊക്കെ ഉണ്ടാവുമല്ലോ. അവരെങ്ങനെയാണ് ഒരു സാധാരണ സാധുക്കൾ ആ തരത്തിലുള്ള മനുഷ്യർ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ 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 അതെ. വളരെ സാധാരണ കുടുംബത്തിൽ, അതായത് ഒരു ഇടത്തരത്തേക്കാൾ താഴ്ന്ന കുടുംബത്തിലുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 70,000 രൂപ ഒരു വലുതാണ്. പക്ഷെ എന്നാലും ബാങ്കിൽ അവർക്ക് സാവകാശം കൊടുക്കുക, ഒരു അദാലത്ത് നടത്തുകയൊക്കെ ചെയ്യാവുന്ന ഒരു ഇതായിരുന്നു. കാരണം അവരുടെ സാമ്പത്തിക നിലവാരം അനുസരിച്ചിട്ട്. വളരെ നന്ദി ധന്യ, വിശദമായ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. വീടിനു ചുറ്റും വളഞ്ഞ് 70,000 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്ര വലിയൊരു തുകയല്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അതൊരു വലിയ തുകയായിരുന്നു. മകന് വിദേശത്ത് പോകേണ്ട ആവശ്യത്തിനായി വായ്പ എടുത്തതാണ്. ആ പൈസയുടെ 5ാമത്തെ മാസത്തെ അടവ് മുടങ്ങി. അതിൻ്റെ ബാക്കിയായി കൂട്ടത്തോടെ ബൈക്കുകളിലെത്തി ആളുകൾ വീടിന് ചുറ്റും വളഞ്ഞതുപോലെ, 2 ആൺമക്കളാണ്, ആ ആൺമക്കളെ വളഞ്ഞ് നിർത്തി
ഒടുവിൽ അതിൽ മനംനൊന്ത് അവർ നാട്ടുകാരോട് പലരോടും പറഞ്ഞു ഇത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും മൂത്ത മകൻ ഈ നാണക്കേട് സഹിക്കാൻ വയ്യാതെ നാട് വിട്ടുപോയി. ചെന്നൈയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് കരുതുന്നു. എവിടെയാണെന്ന് കൃത്യമായി അറിയില്ല. ഇളയ മകനും അച്ഛനും അമ്മയും കൂടി ഇന്നലെ രാത്രി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. 3 പേരും ഉറക്കഗുളിക കഴിച്ചു. അതിൽ അച്ഛനും മകനും മരിച്ചില്ല. രാവിലെ അവർ ഉറക്കമുണർന്നപ്പോൾ കാണുന്നത് അമ്മ തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്നതാണ്. അത്യന്തം ദാരുണമായൊരു സംഭവമാണ്. 70,000 രൂപയ്ക്ക് വേണ്ടിയാണ് ഒരു വീട്ടമ്മയുടെ കുറച്ച് പ്രായമുള്ള ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീയുടെ ജീവൻ പോയതെന്ന് ആലോചിക്കുമ്പോൾ അത് കേരളത്തിന് പൊറുക്കാൻ വയ്യാത്ത ഒരു അനീതിയാണ്. ഇസാഫ് ബാങ്കിൽ നിന്നാണ് ഇവർ പൈസ കടമെടുത്തിരുന്നതെന്ന് പറയുന്നു. മകൻ്റെ ജോലി ആവശ്യത്തിന് വേണ്ടി കടമെടുത്ത് ആ പൈസ തിരിച്ചടയ്ക്കാൻ അല്പം വൈകി എന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം. അച്ഛനും മകനും രക്ഷപ്പെട്ടു. ഉറക്കഗുളികയാണ് അവർ കഴിച്ചത്. അവർ രക്ഷപ്പെട്ടു. പക്ഷേ ആ മധ്യവയസ്കയായ സ്ത്രീയുടെ ജീവൻ എടുത്തത് ഈ ബാങ്കിൻ്റെ ഭീഷണി തന്നെയാണെന്ന് സമീപത്തുള്ളവരും ജനപ്രതിനിധികളും ഒക്കെ ഉറപ്പിച്ച് പറയുകയാണ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണ്ണവില ഗ്രാമിന് 22 കാരറ്റ് 9,180 രൂപ, പവന് 73,440 രൂപ. 18 കാരറ്റ് ഗ്രാമിന് 7,560 രൂപ, പവന് 60,480 രൂപ. വെള്ളി ഗ്രാമിന് 124 രൂപ, കിലോഗ്രാമിന് 1,24,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി സകലമാന കേരളം കാണാം. ഭവ്യ പാർവതി ചേരും.